കടലിന്റെ നടുവിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു കപ്പൽ ഭീകരമായ കൊടുങ്കാറ്റിൽ അകപ്പെടുന്നു. കപ്പൽ തകരാൻ തുടങ്ങിയതോടെ അച്ഛൻ ഭാര്യയെയും കുഞ്ഞിനെയും ഒരു ലൈഫ് ബോട്ടിലേക്ക് രക്ഷപ്പെടുത്തിയിടുന്നു. ഭാഗ്യത്തിന് അവർ ജീവനോടെ രക്ഷപ്പെട്ട് ഒരാളൊഴിഞ്ഞ് ദ്വീപിലെത്തുന്നു. അവിടെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ ചെറിയൊരു വീട് പണിതാണ് അവർ താമസം തുടങ്ങുന്നത്. അതേസമയം കാട്ടിലൊരു ഗൊറില്ല കുടുംബം സന്തോഷമായി ജീവിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം തവളയെ പിന്തുടർന്നു പോയ അവരുടെ കുഞ്ഞിനെ അപകടകാരിയായ പുള്ളിപ്പുലിയായ സേബർ ആക്രമിച്ചു കൊല്ലുന്നു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാല ദുഃഖത്തിലായിരിക്കുമ്പോഴാണ് കാട്ടിനുള്ളിൽ നിന്ന് ഒരു മനുഷ്യക്കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ശബ്ദം പിന്തുടർന്നെത്തിയ അവൾ തകർന്ന മരവീടും മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളെയും കാണുന്നു. പക്ഷെ ഒരു മരപ്പെട്ടിക്കുള്ളിൽ കുഞ്ഞ് മാത്രം ജീവനോടെ രക്ഷപ്പെട്ടിരുന്നു. ആ കുഞ്ഞിനെ സ്വന്തം മകനായി വളർത്താൻ കാല തീരുമാനിക്കുന്നു. എന്നാൽ അതിനിടെ സേബർ വീണ്ടും എത്തുന്നു. കുഞ്ഞിനെയും കൂട്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ട കാല ഒടുവിൽ അവനെ ഗൊറില്ലകളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. മനുഷ്യക്കുഞ്ഞിനെ കണ്ട കർച്ചാക്ക് ആദ്യം അവനെ സ്വീകരിക്കാൻ തയ്യാറാക്കുന്നില്ല. പക്ഷേ കാലയുടെ നിർബന്ധത്തിന് മുന്നിൽ ഒടുവിൽ വഴങ്ങുന്നു. എങ്കിലും ആ കുഞ്ഞിനെ സ്വന്തം മകനായി അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ കാല ആ കുഞ്ഞിന് ടാർസൻ എന്ന് പേരുമിടുന്നു. വർഷങ്ങൾക്ക് ശേഷം ടാർസൻ ആ കാട്ടിൽ വളർന്ന ഒരു വികൃതിക്കുട്ടിയായി മാറുന്നു. മരങ്ങളിൽ ചാടിയും മൃഗങ്ങളെ അനുകരിച്ചും നടക്കുന്നതാണ് അവന്റെ സ്ഥിരം പരിപാടി. ഒരു ദിവസം അബദ്ധത്തിൽ കർച്ചാക്കിന്റെ മുന്നിൽപ്പെട്ട ടാർസനെ ടർക്ക് രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം ഒരു അപൂർവ വണ്ടിനെ തേടിപ്പോയ ടാർക്കിനെയും കൂട്ടുകാരെയും ടാർസൻ പിന്തുടരുന്നു. പക്ഷേ അവനെ ഒഴിവാക്കാൻ അവർ ഒരു ആനയുടെ രോമം കൊണ്ടുവരാൻ ചലഞ്ച് നൽകുന്നു. ടാർസൻ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നു. ആനക്കൂട്ടത്തിന്റെ പിന്നാലെ പോയ അവൻ വലിയൊരു അപകടം മറികടന്ന് ഒടുവിൽ ഒരു ആനയുടെ രോമം സ്വന്തമാക്കുന്നു. പക്ഷെ അവന്റെ ആ ശ്രമം വലിയ പ്രശ്നമായി മാറുന്നു. പേടിച്ച ആനക്കൂട്ടം നിയന്ത്രണം വിട്ട് കാട്ടിലൂടെ ഓടി തുടങ്ങുന്നു. അവരുടെ മുന്നിൽപ്പെട്ട ഒരു കുഞ്ഞു ഗൊറില്ല അപകടത്തിലാകുന്നു. അവസാന നിമിഷത്തിൽ കർച്ചാക്കത്തി ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. തന്റെ നേട്ടത്തിൽ സന്തോഷിച്ച ടാർസൻ ആനയുടെ രോമം എല്ലാവരെയും കാണിച്ചെങ്കിലും കർച്ചാക്കിന്റെ ദേഷ്യമാണ് അവനെ കാത്തിരുന്നത്. സ്വന്തം അശ്രദ്ധ കാരണം എല്ലാവരുടെയും ജീവൻ അപകടത്തിലാക്കിയെന്ന് പറഞ്ഞ് കർച്ചാക്ക് ടാർസനെ ശകാരിക്കുന്നു. താൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ ആകാത്തതെന്ന് ചിന്തിച്ച് ടാർസൻ വിഷമത്തിലാകുന്നു. ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയ അവൻ വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം നോക്കുന്നു. താൻ ഗൊറില്ലകളിൽ നിന്ന് വ്യത്യസ്തനാണെന്ന സത്യം അവൻ കൂടുതൽ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നു. അവരെ പോലെ ആകാൻ ശ്രമിച്ച് ശരീരമാകെ ചെളി പുരട്ടിയ ടാർസനെ കാല കണ്ടെത്തുന്നു. അവൾ അവന്റെ ശരീരത്തിലെ ചെളി കഴുകി കളയുന്നു. പുറമെ വ്യത്യാസമുണ്ടെങ്കിലും സ്നേഹമാണ് ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കുന്നതെന്ന് കാല അവനെ മനസ്സിലാക്കിക്കുന്നു. കാലയുടെ വാക്കുകൾ ടാർസന് പുതിയ ആത്മവിശ്വാസം നൽകുന്നു. ഒരിക്കൽ കർച്ചാക്ക് തന്നെ അംഗീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അവൻ വളരാൻ തുടങ്ങുന്നു. വർഷങ്ങൾ കടന്നുപോകുന്നു. ഇപ്പോൾ ടാർസൻ ഒരു ശക്തനായ യുവാവായി മാറിയിരിക്കുന്നു. ഗൊറില്ലകളെ പോലെ ജീവിക്കാൻ അവൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടാനും വള്ളികളുടെ വേഗത്തിൽ സഞ്ചരിക്കാനും കാട്ടിലെ ഓരോ ശബ്ദവും തിരിച്ചറിയാനും അവന് കഴിയും. എന്നാൽ ടാർസന്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ പരീക്ഷണം വരാനിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം പുള്ളിപ്പുലിയായ സേബർ വീണ്ടും ഗൊറില്ലകളുടെ കൂട്ടത്തെ ആക്രമിക്കുന്നു. കൂട്ടത്തെ രക്ഷിക്കാൻ കർച്ചാക്ക് മുന്നോട്ട് വരുന്നു. എന്നാൽ ശക്തമായ പോരാട്ടത്തിനിടെ അദ്ദേഹം ഗുരുതരമായി പരിക്കേൽക്കുന്നു. സേബർ കർച്ചാക്കിനെ കൊല്ലാൻ ഒരുങ്ങുന്ന നിമിഷത്തിലാണ് ടാർസൻ അവിടെ എത്തുന്നത്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനായി ടാർസൻ സേബറുമായി പോരാടുന്നു. നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവൻ സേബറിനെ തോൽപ്പിക്കുന്നു. ആദ്യമായി എല്ലാവരുടെയും മുന്നിൽ ടാർസന്റെ കഴിവ് തെളിയുന്നു. ഗൊറില്ലകൾ അവനെ ഒരു രക്ഷകനായി കാണാൻ തുടങ്ങുന്നു. കർച്ചാക്കിന്റെ മനസ്സിലും ചെറിയൊരു മാറ്റം വരുന്നു. അതിനുശേഷം ഒരു ദിവസം കാട്ടിൽ നിന്ന് കേട്ട ഒരു വിചിത്ര ശബ്ദം അന്വേഷിച്ച് ടാർസൻ പോകുന്നു. അവിടെ നിന്ന് അവനൊരു പുതിയ വസ്തു ലഭിക്കുന്നു. തോക്കിന്റെ ഷെൽ. അതെന്താണെന്ന് അറിയാതെ അതിന്റെ ഉറവിടം തേടി മുന്നോട്ട് പോയ ടാർസൻ തന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ആദ്യമായി അവൻ മറ്റുള്ള മനുഷ്യനെ കാണുന്നു. ഗൊറില്ലകളെ പഠിക്കാനായി ആഫ്രിക്കയിലെത്തിയ പ്രൊഫസർ പോട്ടറും അദ്ദേഹത്തിന്റെ മകൾ ജെയിനും അവരുടെ ഗൈഡായ ക്ലൈറ്റണുമായിരുന്നു അവർ. മനുഷ്യരെ കണ്ട ടാർസൻ അത്ഭുതപ്പെടുന്നു. കാരണം തന്നെ പോലെയുള്ള ജീവികൾ ലോകത്തുണ്ടെന്ന് അവൻ ആദ്യമായി മനസ്സിലാക്കുകയാണ്. അതേസമയം ജെയിൻ ഒരു അപകടം സംഭവിക്കുന്നു. ഒരു കൂട്ടം കാട്ടുകുരങ്ങുകൾ അവളെ പിന്തുടരുന്നു. അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജെയിനെ ടാർസൻ കാണുന്നു. അവൻ ഉടൻ തന്നെ അവരെ രക്ഷിക്കാൻ എത്തുന്നു. മരങ്ങൾക്കിടയിലൂടെ അതിവേഗം സഞ്ചരിച്ച് ടാർസൻ ജെയിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ടാർസന്റെ കഴിവുകൾ കണ്ട് ജെയിനും അത്ഭുതപ്പെടുന്നു. കാട്ടിലെ ജീവികളെ പോലെ ചലിക്കുന്ന എന്നാൽ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരാളെ അവൾ ആദ്യമായാണ് കാണുന്നത്. ടാർസനും ജെയിനെ കൗതുകത്തോടെ നോക്കുന്നു. കാരണം അവൾ തന്നെ പോലെ ഒരു മനുഷ്യനാണ്. ജെയിനുമായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ടാർസൻ അവളിൽ നിന്നും മനുഷ്യരുടെ ലോകത്തെക്കുറിച്ച് ആദ്യമായി അറിയാൻ തുടങ്ങുന്നു. അതിനിടെ ജെയിന് ക്യാമ്പിലേക്ക് തിരികെ പോകേണ്ടി വരുന്നു. ടാർസൻ അവളെ സുരക്ഷിതമായി അവിടെ എത്തിച്ചു കൊടുക്കുന്നു. അതേസമയം ടർക്കിയും ടാൻഡറും യാദൃശികമായി മനുഷ്യരുടെ ക്യാമ്പ് കണ്ടെത്തുന്നു. അവിടെ കണ്ട പുതിയ വസ്തുക്കൾ അവരെ അത്ഭുതപ്പെടുത്തുന്നു. ക്യാമ്പിലെ സാധനങ്ങൾക്കൊപ്പം കളിക്കാൻ തുടങ്ങിയതോടെ അവിടെ മുഴുവൻ കുഴപ്പമാകാൻ തുടങ്ങി. ടാർസനും ജെയിനും ക്യാമ്പിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി. അപ്പോഴാണ് പെട്ടെന്ന് കർച്ചാക്ക് അവിടെ എത്തുന്നത്. മനുഷ്യരെ കണ്ടതോടെ അന്തരീക്ഷം മാറുന്നു. കർച്ചാക്കിന്റെ സാന്നിധ്യം എല്ലാവരിലും ഭയമുണ്ടാക്കുന്നു. ജെയിൻ തന്റെ അച്ഛനോട് ടാർസനെ കുറിച്ച് പറഞ്ഞു. തന്നെ രക്ഷിച്ച ആ വിചിത്രനായ മനുഷ്യനെ കുറിച്ച് ആദ്യമായി യഥാർത്ഥ ഗൊറില്ലകളെ കണ്ടെത്തിയതിനെ കുറിച്ചും അവൾ ആവേശത്തോടെ വിവരിച്ചു. എന്നാൽ ഗൊറില്ലകളുടെ കൂട്ടത്തിൽ തിരിച്ചെത്തിയപ്പോൾ കർച്ചാക്ക് എല്ലാവർക്കും മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കാൻ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ ടാർസന്റെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തന്നെ പോലെയുള്ള മനുഷ്യർ ലോകത്തുണ്ടെന്നറിഞ്ഞതോടെ ഇതുവരെ തനിക്കറിയാത്ത തന്റെ ഭൂതകാലത്തെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു.
ഒടുവിൽ അവൻ കാലയോട് സത്യം ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായതെന്നും തന്റെ യഥാർത്ഥ ലോകം എവിടെയാണെന്നും അറിയാൻ അവന് ആഗ്രഹമാകുന്നു. അതിനിടെ ജെയിനും ടാർസനും കൂടുതൽ സമയം ഒരുമിച്ച് ചിലവഴിക്കാൻ തുടങ്ങുന്നു. ജെയിൻ അവനെ മനുഷ്യരുടെ ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പുസ്തകങ്ങളും ചിത്രങ്ങളും ഭാഷയും കാണിച്ച് മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്ന് അവൾ പരിചയപ്പെടുത്തുന്നു. ടാർസനും പുതിയ കാര്യങ്ങൾ ഓരോന്നായി മനസ്സിലാക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ടാർസനും ജെയിനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു. പക്ഷേ ഈ സൗഹൃദത്തിന് പിന്നിൽ മറ്റൊരു രഹസ്യം ഒളിഞ്ഞിരുന്നു. ക്ലൈറ്റന്റെ യഥാർത്ഥ ലക്ഷ്യം ഗൊറില്ലകളെ പഠിക്കുക മാത്രമല്ലായിരുന്നു, അവരെ പിടികൂടി കൊണ്ടുപോകാനുമായിരുന്നു അവന്റെ പദ്ധതി. അതേസമയം ജെയിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ടാർസന്റെ ജീവിതത്തിൽ വലിയൊരു തീരുമാനത്തിന്റെ സമയം അടുത്തെത്തുകയാണ്. ക്ലൈറ്റന്റെ യഥാർത്ഥ ഉദ്ദേശം ടാർസൻ അറിയില്ലായിരുന്നു. ജെയിനോടുള്ള തന്റെ അടുപ്പം കാരണം അവളെ സന്തോഷിപ്പിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. അതിനിടെ മനുഷ്യരുടെ കപ്പൽ ഉടൻ തിരികെ പോകാനുള്ള സമയം എത്തുന്നു. ജെയിനും അച്ഛനും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാകുന്നു. ഈ വാർത്ത ടാർസനെ വിഷമിപ്പിക്കുന്നു. ഇതുവരെ ആദ്യമായി തന്റെ പോലെയുള്ള ഒരാളെ കണ്ട അവന് ജെയിനെ നഷ്ടപ്പെടുത്താൻ ഇഷ്ടമില്ലായിരുന്നു. ജെയിനും ടാർസനെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി പോകേണ്ടി വരുമെന്ന സത്യം അവൾ അംഗീകരിക്കുന്നു. ഈ സാഹചര്യം മുതലെടുക്കുന്നത് ക്ലൈറ്റനാണ്. ജെയിൻ ഇവിടെ തുടരണമെങ്കിൽ ഗൊറില്ലകളെ കാണണമെന്ന് അവൻ ടാർസനെ വിശ്വസിപ്പിക്കുന്നു. ജെയിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ടാർസൻ ഒടുവിൽ സമ്മതിക്കുന്നു. കർച്ചാക്കിനോട് നൽകിയ വാക്കോർത്തിട്ടും ജെയിനു വേണ്ടി അവൻ ആ തീരുമാനമെടുക്കുന്നു. കർച്ചാക്കിന്റെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് ടാർസൻ രഹസ്യമായി മനുഷ്യരെ ഗൊറില്ലകളുടെ കൂട്ടിനടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യമായി യഥാർത്ഥ ഗൊറില്ലകളെ അടുത്തു കണ്ടതിൽ ജെയിനും പ്രൊഫസർ പോർട്ടറും അത്ഭുതപ്പെടുന്നു. പക്ഷേ അവരുടെ ഈ സന്തോഷത്തിന് പിന്നിൽ മറ്റൊരു കാര്യം നടക്കുകയായിരുന്നു. ക്ലൈറ്റൻ രഹസ്യമായി ഗൊറില്ലകൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടയാളം തന്റെ മാപ്പിൽ രേഖപ്പെടുത്തുന്നു. അവന്റെ യഥാർത്ഥ പദ്ധതി ഇപ്പോൾ വ്യക്തമാണ്. കുറച്ചു സമയത്തിന് ശേഷം മനുഷ്യർ ഗൊറില്ലകളുടെ വിശുദ്ധ സ്ഥലത്തേക്ക് എത്തിയ കാര്യം കർച്ചാക്ക് മനസ്സിലാക്കുന്നു. ദേഷ്യത്തോടെ അവൻ അവരെ നേരിടാൻ എത്തുന്നു. ടാർസൻ മനുഷ്യരുടെ ഭാഗം പിടിച്ച് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതോടെ കർച്ചാക്കിന്റെ വിശ്വാസം പൂർണ്ണമായും തകരുന്നു. താൻ ഏറ്റവും വിശ്വസിച്ച ടാർസൻ തന്നെയാണ് തന്റെ വാക്ക് ലംഘിച്ചതെന്ന് കർച്ചാക്കിന് തോന്നുന്നു. ആ രാത്രി കാല ടാർസനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൾ അവനെ കണ്ടെത്തിയ ആ പഴയ മരവീട്ടിലേക്കാണ് അവർ പോകുന്നത്. അവിടെ എത്തിയ ടാർസൻ ആദ്യമായി തന്റെ യഥാർത്ഥ ഭൂതകാലം കാണുന്നു. തന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരായിരുന്നുവെന്നും താൻ എവിടെ നിന്നാണ് വന്നതെന്നും അവന് മനസ്സിലാകുന്നു. കാല അവനോടൊരു കാര്യം മാത്രം പറയുന്നു. ജീവിതത്തിൽ തനിക്ക് ശരിക്കും സന്തോഷം നൽകുന്ന വഴിയാണ് അവൻ തിരഞ്ഞെടുക്കേണ്ടത്. ഒടുവിൽ ടാർസൻ ഒരു തീരുമാനമെടുക്കുന്നു. ജെയിനിനൊപ്പം മനുഷ്യരുടെ ലോകത്തേക്ക് പോകാൻ അവൻ തയ്യാറാകുന്നു. പോകുന്നതിന് മുമ്പ് തന്റെ അച്ഛന്റെ പഴയ വസ്ത്രം ധരിച്ച ടാർസൻ കാലയോട് ഒരു കാര്യം വ്യക്തമാക്കുന്നു. താൻ എവിടെ പോയാലും തന്റെ യഥാർത്ഥ അമ്മ എന്നും കാല തന്നെയായിരിക്കുമെന്ന്. അങ്ങനെ ടാർസൻ ജെയിനിനും പ്രൊഫസർ പോർട്ടറിനുമൊപ്പം കപ്പലിലേക്ക് യാത്ര തിരിക്കുന്നു. പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് അവൻ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പക്ഷേ കപ്പലിൽ എത്തിയ ശേഷം അവനൊരു വലിയ സത്യം മനസ്സിലാക്കുന്നു. ക്ലൈറ്റൻ തന്നെ വഞ്ചിച്ചിരിക്കുകയായിരുന്നു. ജെയിനെയും പ്രൊഫസർ പോർട്ടറെയും ടാർസനെയും ക്ലൈറ്റനും കൂട്ടരും പിടികൂടുന്നു. അവരുടെ യഥാർത്ഥ ലക്ഷ്യം ഗൊറില്ലകളെ പഠിക്കുകയല്ല, മറിച്ച് അവരെ പിടികൂടി കൊണ്ടുപോകുകയായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ ടാർസൻ ഞെട്ടിപ്പോകുന്നു. തന്റെ കുടുംബം അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതേസമയം കാട്ടിൽ ടാർസൻ സഹായത്തിനായി വിളിക്കുന്നത് ടാൻഡർ കേൾക്കുന്നു. ടർക്കിനൊപ്പം ടാൻഡർ ഉടൻ തന്നെ ടാർസനെ രക്ഷിക്കാൻ എത്തുന്നു. അവർ ചേർന്ന് ടാർസനെ തടവിൽ നിന്ന് മോചിപ്പിക്കുന്നു. സ്വതന്ത്രനായ ഉടൻ തന്നെ ടാർസൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ കാട്ടിലേക്ക് തിരികെ പോകുന്നു. കാരണം ഇപ്പോൾ അവന്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമാണ്, തന്റെ കുടുംബത്തെ രക്ഷിക്കുക. അതിനിടെ ക്ലൈറ്റനും കൂട്ടനും കാട്ടിലെത്തിയ ഗൊറില്ലകളെ പിടികൂടാൻ തുടങ്ങുന്നു. ഗൊറില്ലകൾക്ക് നേരെ അക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ടാർസൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തുന്നു. കാട്ടിലെ മൃഗങ്ങളെയും ഗൊറില്ലകളെയും കൂട്ടിച്ചേർത്ത് ടാർസൻ ക്ലൈറ്റന്റെ ആളുകൾക്കെതിരെ പോരാടുന്നു. വലിയൊരു പോരാട്ടം തന്നെ ആരംഭിക്കുന്നു. ഈ യുദ്ധത്തിനിടയിൽ ക്ലൈറ്റൻ കർച്ചാക്കിന് നേരെ വെടിവെക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ കർഷാക്കിനെ കണ്ട ടാർസന്റെ കോപം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവൻ ക്ലൈറ്റനെ പിന്തുടർന്ന് മരങ്ങളുടെ മുകളിലേക്ക് പോകുന്നു. ഇരുവരും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു. ഒടുവിൽ ടാർസൻ ക്ലൈറ്റനെ കീഴടക്കുന്നു. പക്ഷെ അവനെ കൊല്ലാൻ ടാർസൻ തയ്യാറാകുന്നില്ല. പക്ഷേ ക്ലൈറ്റൻ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ അവൻ വള്ളികളിൽ കുടുങ്ങിപ്പോയി. ഒടുവിൽ സ്വന്തം ചെയ്തികളുടെ ഫലമായി ക്ലൈറ്റന്റെ കഥ അവിടെ അവസാനിക്കുന്നു. ടാർസൻ ഉടൻ തന്നെ കർച്ചാക്കിന്റെ അടുത്തേക്ക് തിരികെ എത്തി. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഇതുവരെ അംഗീകരിക്കാൻ വിസമ്മതിച്ചിരുന്ന ഒരു സത്യം കർച്ചാക്ക് മനസ്സിലാക്കുന്നു. മനുഷ്യനായാലും ടാർസൻ തന്റെ മകനാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. തന്റെ അവസാന ശ്വാസത്തിൽ ടാർസനെ ഗൊറില്ലകളുടെ പുതിയ നേതാവായി ഏൽപ്പിച്ച ശേഷം കർച്ചാക്ക് സമാധാനത്തോടെ വിട പറയുന്നു. അതിനിടെ ജെയിനും പ്രൊഫസർ പോർട്ടറും കപ്പലിൽ മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. കാട്ടിൽ നിന്ന് വിട പറയേണ്ടി വരുമെന്ന ചിന്ത ജെയിനിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. ടാർസനെയും ഈ വേർപാട് വിഷമത്തിലാക്കുകയാണ്. ആദ്യമായി തന്റെ പോലെ ചിന്തിക്കുന്ന ഒരാളെ കണ്ടതും തന്റെ യഥാർത്ഥ ലോകത്തെക്കുറിച്ച് അറിഞ്ഞതുമെല്ലാം ജെയിൻ കാരണമായിരുന്നു. പക്ഷെ തിരികെ പോകേണ്ട സമയം എത്തിയിരുന്നു. എന്നാൽ പ്രൊഫസർ പോർട്ടർ മകളുടെ മനസ്സിലെ മാറ്റം മനസ്സിലാക്കുന്നു. ടാർസനെ വിട്ടുപോകുന്നത് ജെയിൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അവസാനം തന്റെ സന്തോഷം എവിടെയാണോ അവിടെ തന്നെ തുടരാൻ അദ്ദേഹം ജെയിനെ അനുവദിക്കുന്നു. വീണ്ടും ഒന്നിച്ച ടാർസനും ജെയിനും സന്തോഷത്തോടെ പരസ്പരം ചേർന്ന് നിൽക്കുന്നു. അതേസമയം പ്രൊഫസർ പോർട്ടറും കാട്ടിൽ തുടരാൻ തീരുമാനിക്കുകയാണ്. കപ്പലിന്റെ ക്യാപ്റ്റനോട് അവർ വഴി തെറ്റിയതാണെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര അവസാനിപ്പിക്കുന്നു.
കാലം കടന്നു പോകുന്നു. ഇപ്പോൾ ടാർസൻ ഗൊറില്ലകളുടെ പുതിയ നേതാവായി മാറിയിരിക്കുകയാണ്. കാലയോടും ടർക്കിനോടും ടാൻഡറിനോടും ഒപ്പം തന്റെ യഥാർത്ഥ കുടുംബത്തിനൊപ്പം അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. മനുഷ്യനായിട്ടും ഗൊറില്ലകളുടെ ഇടയിൽ വളർന്ന ടാർസൻ ഒടുവിൽ തന്റെ രണ്ടു ലോകങ്ങൾക്കും ഇടയിലെ സ്ഥാനം കണ്ടെത്തുന്നു. സ്നേഹവും കുടുംബവും രക്തബന്ധത്തേക്കാൾ ശക്തമാണെന്ന് തെളിയിച്ചുകൊണ്ട് ടാർസിന്റെയും ജെയിന്റെയും പുതിയ ജീവിതം കാട്ടിൽ ആരംഭിക്കുന്നു. അങ്ങനെ കാടിന്റെ മകനായ ടാർസിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. സോ നെക്സ്റ്റ് മൂവിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.